ഇന്ന് റഷ്യയുടെ പക്കൽ ഇത്തരമൊരു ആയുധമുണ്ടായിരുന്നുവെങ്കിൽ റഷ്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയേനെ മറ്റ് ലോകരാജ്യങ്ങൾ. ആ ഒരു ആയുധമാണ് 1 മണിക്കൂറിൽ 40 മീറ്റർ ദൂരം കുഴിച്ച് മുന്നോട്ട് പോകുന്ന ഈ ടണൽ ബോറിംഗ് മെഷീൻ. ഇതിന് സാധാരണയായി സ്വർണം ഖനനം ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതേ ടെക്നോളജിയെ വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ ലോകരാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? 1964 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഈ ഒരു ആയുധമാണ് ന്യൂക്ലിയർ ലാൻഡ് സബ്മറൈൻ എന്ന ഈ ആയുധം. 1 മണിക്കൂറിൽ 10 കിലോമീറ്റർ ദൂരം ഭൂമിയുടെ അടിയിലൂടെ തുളഞ്ഞു പോകുന്ന ഈ സബ്മറൈനിൽ 20 ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പല വർഷങ്ങളോളം ഇതിൽ തന്നെ യാത്ര ചെയ്ത് ഏത് നാട്ടിൽ വേണമെങ്കിലും ചെന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഒരു ഘട്ടത്തിൽ അളവിലധികം വെപ്പൺസ് നിർമ്മിച്ചതിനാലും കയ്യിൽ സാമ്പത്തികമില്ലാത്തതിനാലും ആ ഒരു കണ്ടുപിടുത്തത്തെ സോവിയറ്റ് യൂണിയൻ കൈവിടുകയുണ്ടായി. എന്നാൽ ഇന്നത്തെ റഷ്യയുടെ പക്കൽ ഈ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ ഉണ്ടെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഗതി എന്താകുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്?